ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാനിതാ ഒരു ചെറുപയർ ഇത്തിരി എടുത്തിട്ട് തോരനാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇട്ടിട്ട് വെറുതെ വേവിച്ചോളൂ കേട്ടോ. വേവിച്ചിട്ട് ഞാനിത്തിരി തേങ്ങ ഇട്ടു. അപ്പോൾ എല്ലാവർക്കും രത്നാരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. കണ്ടോ, അത് വെറുതെ ഞാനിത്തിരി തേങ്ങ ഇട്ടങ്ങ് എളുപ്പപ്പണി ചെയ്തു. പിന്നെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ പുട്ടിൻ്റെ സ്റ്റീം വന്നു തുടങ്ങി. ഇത്തിരി ചോറും ഗോതമ്പ് പൊടിയും കൂടി അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഈ ചോറ് വേവുന്നതിന് ഇത്തിരി വെള്ളം എടുത്തു. പുട്ടിൻ്റെ ഗോതമ്പിൻ്റെ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ഡ്രന്നാക്കിയപ്പോൾ അത് നല്ല ഒലർന്ന പൊടിയായി കിട്ടി. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് എന്നിട്ടിപ്പോൾ അതിനുള്ളിലേക്ക് അങ്ങോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതങ്ങനെ. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് വേളൂരി ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടൊന്ന് എല്ലാം പുരട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാനില്ല അല്ലേ, കാണിച്ചു തരാം. ഇത് പീര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേളൂരി പീരയാണ് ഞാൻ വെക്കുന്നത്. അപ്പം അതിന് ഞാൻ തേങ്ങ ചതച്ച് വെച്ചതാണ്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് ചതച്ചത് ഞാൻ. അത് അങ്ങനെ തന്നെ കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. അതിൽ വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഇതിൽ ഇത്തിരി ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി മാത്രം പുരട്ടി അങ്ങ് വെച്ച് വയ്ക്കാണ്. അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കും. ഗ്യാസിൽ വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നിട്ട് പിന്നെ ആ പീരെടുത്തിട്ട് അതിലേക്ക് അങ്ങ് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആവിയിൽ കയറ്റി കഴിഞ്ഞിട്ട് ഇത്തിരി പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതും കഴിയും. ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്. ചെറുപയർ ശരീരത്തിന് വളരെ നല്ലതാണ്. പുറത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ. അടിപൊളി മഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നും കാര്യമില്ല. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലെന്ന് കരുതും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാ വേളൂരി പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വേളൂരി പീര. എനിക്കിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വേളൂരി വറുത്തു. ചോറ് ഞാനിതാ വറുക്കാൻ പോകുന്നു. അപ്പോൾ തുടങ്ങി കാണുന്ന സിമ്മിലിട്ടിട്ട് ഇങ്ങനെ തളച്ച് ചോറ് റെഡിയായി. പിന്നെ അതായത് ഇത്തിരി ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചക്കയാണ്. ഞങ്ങളുടെ തന്നെ കേട്ടോ. തായ്ലൻഡ്, വിയറ്റ്നാം മേളി എന്നൊക്കെ പറയില്ല, ആ ചക്കയുടെ ആ പ്ലാവിൻ്റെ ചക്കയാണ്. ഇത് ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം തണുപ്പല്ലേ, അപ്പോൾ അധികം തിന്നണ്ടാന്ന് എഴുതി ഇതൊന്ന് വരട്ടി വെക്കാമെന്ന് എഴുതി. അതിനിടെ അവിടെ ഒരു ടിങ് ശബ്ദം കേൾക്കില്ലേ? ശർക്കര പൊട്ടിക്കുന്ന ശബ്ദമാണ്. ശർക്കര പൊട്ടിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.